ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ദൈവദൂതൻ അറിയിക്കുന്നത്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ സന്തോഷത്തിൻ്റെ കാരണം രക്ഷകൻ ജനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രക്ഷയുടെ സന്തോഷമാണ്. ഈ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും നമുക്ക് സ്വീകരിക്കാനും ആ സന്തോഷത്തിലായിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവദൂതൻ അറിയിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ്. ആ സദ്വാർത്ത രക്ഷയുടെ സന്തോഷമാണ്. രക്ഷകൻ ജനിച്ചതിനെക്കുറിച്ചുള്ള സന്തോഷമാണ്. സ്നേഹമുള്ളവർ, അതൊരു വലിയ സന്തോഷ വാർത്തയാണ്. രക്ഷകൻ. അപ്പോൾ നമുക്കറിയാം, രക്ഷിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ആരെങ്കിലുമൊക്കെ അപകടങ്ങളിൽ പെടുമ്പോഴാണ് നമ്മൾ അവരെ രക്ഷിച്ചു എന്ന് പറയുക. അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളിലായിരിക്കുന്നവരെ രക്ഷിച്ചു. അല്ലെങ്കിൽ കിണറ്റിൽ വീണു, ഒരാൾ കിണറ്റിൽ വീണ് കിടക്കുന്നു, അയാളെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. അല്ലെങ്കിൽ ഒരാൾ തീയിൽപ്പെട്ടു പോയി, അയാളെ തീയിൽ നിന്ന് രക്ഷിച്ചു. അല്ലെങ്കിൽ ഒരാൾക്ക് മാരകമായ രോഗം വന്നു, ആ രോഗത്തിൽ നിന്ന് രക്ഷിച്ചു. നമ്മൾ പറയുമ്പോൾ രക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിൽ ആയിരിക്കുന്നവർ പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന അനുഭവം, അത് വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ്, വലിയ ആനന്ദത്തിൻ്റെ വാർത്തയാണ്. അതുകൊണ്ടാണ് ദൈവദൂതൻ പറയുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അത് ഏതാനും മനുഷ്യർക്ക് വേണ്ടിയുള്ളതല്ല, ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഈ രക്ഷകനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്ന, യേശുക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന, അതിന് തയ്യാറാകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് ദൈവദൂതന്മാർ പാടുന്നത്. സ്നേഹമുള്ളവർ, ഈ രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകമെമ്പാടും പല വിധത്തിലുള്ള ഉത്സവങ്ങൾ, തിരുനാളുകൾ, ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മളെ ഒക്കെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്മസിൻ്റെ അത്രയും ലോകം മുഴുവനും ഒരുപക്ഷെ ആഘോഷിക്കുന്ന ഒരു ദിവസം നമ്മൾക്ക് കാണുക ചുരുക്കമാണ്. കാരണം ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ്. രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. മറ്റു മതസ്ഥരായിട്ടുള്ളവർ പോലും അവരുടെ ഭവനങ്ങളിൽ ക്രിസ്മസിൻ്റെ നക്ഷത്രങ്ങളൊക്കെ തൂക്കി ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് ആഘോഷിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങളാണ്. കാരണം എല്ലാവരും ഈ രക്ഷയുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവരും അത് ആഘോഷമാക്കുന്നവരുമാണ്. ഏതാനും വർഷങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കം. അത് ഈ ഡിസംബർ മാസം മുഴുവനും അവിടെയുണ്ട്. ഞാൻ കൊഹിമയിൽ ആയിരുന്ന സമയത്ത് അവിടെയൊക്കെ ഡിസംബർ 1-ാം തീയതി മുതൽ തന്നെ ആഘോഷങ്ങൾ ആരംഭിക്കും. അത് കത്തോലിക്ക സഭയിൽപ്പെട്ടവരും മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽപ്പെട്ടവർ, ബാപ്റ്റിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ സഭകളിൽപ്പെട്ടവരെല്ലാം നക്ഷത്രങ്ങളും ഒത്തിരിയേറെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ആഘോഷമാണ്. വളരെ ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ജനങ്ങളെല്ലാവരും അവിടെ ആ ടൗണിലേക്ക് വരികയും അവിടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ, പല ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതൊക്കെ വളരെ സന്തോഷം തരുന്ന കാഴ്ചകളാണ്. അതോടൊപ്പം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളൊരു കാര്യം, ആ ദിവസങ്ങളിൽ ഈ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ളവർ, പ്രത്യേകിച്ച് ഞാൻ കൊഹിമയിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം, ആ നാട്ടിലെ ഗ്രാമങ്ങളിലും ഒക്കെയുള്ള മനുഷ്യർ, അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം, മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. അവരെല്ലാം
ഈ ക്രിസ്മസ് കാലഘട്ടമാകുമ്പോൾ അപ്പോഴാണ് അവർ അവധിയെടുത്ത് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവരെല്ലാവരും ആ അവധി ആഘോഷിക്കുന്നതും അവർ അവധിക്കാലം എടുക്കുന്ന ഈ ക്രിസ്മസ് കാലഘട്ടം. അവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മക്കൾ പോലും, അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന മക്കൾ പോലുമൊക്കെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ആ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ആ കുടുംബത്തിൽ ഒരുമിച്ച് കൂടുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ കുടുംബത്തിൽ ഒരുമിച്ച് കൂടുന്നു. അതിനുശേഷം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇവർ മാതാപിതാക്കൾക്കും അതുപോലെ മറ്റുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഇവർ ധാരാളം സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു സമയമാണ്. നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്ന സമയമാണ്. അങ്ങനെ ഇതൊരു വലിയ ആഘോഷമാണ്. വാസ്തവത്തിൽ അതിൻ്റെ പിന്നിലുള്ളത് ഈ രക്ഷയുടെ സദ്വാർത്ത നൽകുന്ന സന്തോഷമാണ്. അപ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ ദൈവദൂതന്മാരിലൂടെ സംസാരിക്കുന്ന കാര്യം ഇതാണ്: ഇത്രമാത്രം സന്തോഷിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇത്രമാത്രം സന്തോഷിക്കുവാനുള്ള സദ്വാർത്തയായിട്ട് ഇത് മാറുന്നത്, ഇത് സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷകൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. ആ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ രക്ഷകനെ സ്വീകരിച്ചും രക്ഷകൻ കൊണ്ടുവരുന്ന രക്ഷയെ സ്വീകരിച്ചുമാണ് നമ്മൾ ആ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരേണ്ടത്. സ്നേഹമുള്ളവരെ, യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, സ്നേഹിക്കുന്ന ഒരു ദൈവം, നൽകുന്ന ഒരു ദൈവം, ക്ഷമിക്കുന്ന ഒരു ദൈവം, സമാധാനത്തിൻ്റെ ദൈവത്തെയൊക്കെയാണ് നമ്മൾ ഈ ക്രിസ്മസ് ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: തൻ്റെ ഏകപുത്രൻ വഴി നമ്മൾ ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പാപപരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. വളരെ മനോഹരമായിട്ട് യോഹന്നാൻ നമുക്ക് പറഞ്ഞു തരികയാണ്, വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരികയാണ്, തൻ്റെ ഏകപുത്രൻ വഴി നമ്മൾ ജീവിക്കേണ്ടതിനായി. അപ്പോൾ ഏകപുത്രൻ വഴി നമ്മൾ ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. പാപത്തിൻ്റെയും മറ്റു തിന്മകളുടെയും അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, ബന്ധനാവസ്ഥകൾ കഴിഞ്ഞിരുന്ന മനുഷ്യവർഗത്തെ അതിൽ നിന്ന് മോചിപ്പിച്ച് അവർ എന്നേക്കും ജീവിക്കേണ്ടതിനായിട്ട് പിതാവായ ദൈവം തൻ്റെ ഏകപുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതിലൂടെ ആ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ വളരെ മനോഹരമായിട്ട് പറയുകയാണ്, നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. എന്നിട്ട് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു, ഈ സ്നേഹം മറ്റുള്ളവർക്ക് നൽകാൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് സന്തോഷത്തിൻ്റെ വലിയൊരു ദിനമാണ്, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അതോടൊപ്പം ഇത് നൽകുന്നതിൻ്റെ, കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ദിവസങ്ങളാണ്. അതോടൊപ്പം ഈ ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ ക്ഷമിക്കുന്നതിൻ്റെ ദിവസങ്ങളാണ്. ദൈവം മനുഷ്യരോട് ക്ഷമിച്ചതിൻ്റെ ഓർമ്മയാണ്. ആ ദൈവം നമ്മളോട് മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറയുന്നതിൻ്റെ ദിവസങ്ങളാണ്. അതോടൊപ്പം ഇത് സമാധാനത്തിൻ്റെ ദിവസമാണ്. സമാധാനമില്ലാത്ത ഭവനങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും സമാധാനം വരുന്ന ദിവസമാണ്. അനുരഞ്ജനത്തിൻ്റെ ദിവസമാണ്. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ എന്തിനാ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യരുടെ പാപങ്ങൾ യേശുക്രിസ്തുവിലൂടെ ക്ഷമിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ, അല്ലെങ്കിൽ രക്ഷാകര പ്രവൃത്തികളിലൂടെ, രക്ഷാകര കർമ്മത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപം ക്ഷമിക്കുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്നിട്ട് വചനം നമ്മോട് പറയുകയാണ്, ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ നമ്മൾ പരസ്പരം ക്ഷമിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ ചൈതന്യം കടന്നു വരണമെങ്കിൽ ദൈവം പ്രവർത്തിച്ചതുപോലെ ആ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അപ്പോൾ ആ ക്രിസ്മസിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത്
നമ്മളും വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നമ്മൾ മോചിതരായിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്മസിൻ്റെ ചൈതന്യം കടന്നു വരേണ്ടത്. ഒരിക്കൽ ഞാനൊരു ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞൊരു സങ്കടം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ആ വീട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, മകൻ്റെ ഭാര്യയുണ്ട്. അപ്പോൾ മകന് ഈ സ്വത്ത് ഭാഗം വെച്ച് കൊടുക്കുന്നതുമായിട്ട് ചില തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഈ മകന് അപ്പനോടും അമ്മയോടും വലിയ വെറുപ്പാണ്. അതേസമയം ഒരേ വീട്ടിൽ തന്നെയാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഈ അപ്പച്ചൻ പറയുകയായിരുന്നു, രാവിലെ മുതൽ പല ദിവസങ്ങളിലും ഈ മകന് അനേകം സുഹൃത്തുക്കൾക്കും ദൂരെയുള്ളവർക്കും ഒക്കെ ക്രിസ്മസിൻ്റെ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസും അതുപോലെയുള്ള സന്ദേശങ്ങളൊക്കെ അയക്കുന്നു. ഫോൺ വിളിച്ച് അനേകരെ വിഷ് ചെയ്യുന്നുണ്ട്. അനേകരോട് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഒത്തിരിയേറെ സന്ദേശങ്ങൾ, വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുന്നു. ഒത്തിരിയേറെ മറ്റ് ചിലർക്കൊക്കെ കാർഡ് അയക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പച്ചൻ പറയായിരുന്നു, അച്ഛാ, ഒരു മുറിയുടെ അപ്പുറത്ത് കഴിയുന്ന ഈ അപ്പനോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയാൻ എൻ്റെ മകൻ പറയുന്നത് കേൾക്കാൻ ഞാൻ വളരെ കൊതിച്ചു. ഈ ഒരു മുറിയുടെ അപ്പുറത്ത് താമസിക്കുന്ന എന്നോട് എൻ്റെ മകൻ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ എന്നോടോ അമ്മയോടോ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞില്ല. അവനിപ്പോഴും ആ വാശിയിലും വൈരാഗ്യത്തിലുമാണ്. ആ സ്വത്ത് ഭാഗം വച്ചതുമായിട്ടുള്ള തർക്കത്തിൽ അവന് കിട്ടിയത് പോരാ എന്നുള്ള വാശിയും വൈരാഗ്യത്തിൽ അവൻ കഴിയുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസിൽ എനിക്ക് ദുഃഖമാണ് അച്ഛാ, എനിക്ക് സങ്കടമാണ്. കാരണം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ മകന് പുറമെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരോട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞപ്പോൾ ഒരു മുറിയുടെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന എന്നോടൊരു ഹാപ്പി ക്രിസ്മസ് പറയാൻ എൻ്റെ മകന് മനസ്സ് വന്നില്ലല്ലോ എന്ന് അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു ഓർക്കുക. വാസ്തവത്തിൽ അത് വലിയ സത്യമാണ്. ഈശോ ക്രിസ്മസ് ദിനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന് നമ്മോട് ക്ഷമിക്കാൻ സാധിച്ചെങ്കിൽ, ദൈവത്തിന് സ്വപുത്രനെ നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തോട് ക്ഷമിക്കാൻ സാധിച്ചെങ്കിൽ നമുക്കെന്തുകൊണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല? അപ്പോൾ യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ ചൈതന്യം എന്നൊക്കെ പറയുന്നത് യേശുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതും, എങ്ങനെയാണ് നമ്മൾ രക്ഷിച്ചതെന്ന് ഓർക്കുന്നതും, എങ്ങനെയാണ് നമ്മുടെ പാപം ക്ഷമിച്ചതെന്ന് ഓർക്കുന്നതും, അതനുസരിച്ച് അതുപോലെ സ്നേഹിക്കാനും കൊടുക്കാനും സമാധാനത്തിലേക്ക് കടന്നു വരാനും ക്ഷമിക്കാനും തയ്യാറാകുമ്പോഴാണ് ഈ ക്രിസ്മസ് കാലത്ത് സ്നേഹമുള്ളവരെ നമുക്ക് ആ ക്രിസ്മസിൻ്റെ യഥാർത്ഥ ചൈതന്യത്തിലേക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ അനേകർക്ക്, ആയിരങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശങ്ങൾ അയക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടും ജീവിത പങ്കാളിയോടും ഹാപ്പി ക്രിസ്മസ് എന്ന് സന്തോഷത്തോടെ പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. എൻ്റെ തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാരനോട് ഹാപ്പി ക്രിസ്മസ് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അമേരിക്കയിലും കാനഡയിലുമൊക്കെ കിടക്കുന്ന മനുഷ്യരോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്ന ഞാൻ എൻ്റെ തൊട്ട് അയൽപ്പക്കത്തുള്ളവരോട് ഹാപ്പി ക്രിസ്മസ് പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. കർത്താവ് കാണിച്ചു തന്ന ക്ഷമയുടെ വഴിയിലേക്ക് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് കടന്നു വരാം. അതിന് ഈശോ നമ്മൾ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ തിരുമുഖം പ്രസാദിക്കുവാൻ, തിരുമുൻപിൽ നിന്നിടുവാൻ, തിരുമുഖം
പ്രസാദിക്കുവാൻ നിന്നാലയത്തിൽ ഓടിയണഞ്ഞിടുന്നേ. ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ. ഈശോനാഥ ആരാധന, എൻ സ്നേഹനാഥ ആരാധന. ഈശോനാഥ ആരാധന, എൻ സ്നേഹനാഥ ആരാധന. ഈശോനാഥ ആരാധന, എൻ സ്നേഹനാഥ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യമക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനുള്ള വലിയ ആഗ്രഹത്താൽ തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ ഇടയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാം. നമ്മൾ ഈശോയെ കാണുന്നത് പോലെ നമ്മളെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്, ആനന്ദത്തിൻ്റെ ദിവസങ്ങളാണ്. എന്തിലാണ് സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? സന്തോഷിക്കുന്നത് രക്ഷകൻ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതാണ് നമ്മുടെ സന്തോഷം. രക്ഷയുടെ സന്തോഷമാണത്. സ്നേഹമുള്ളവരെ, രക്ഷകൻ കടന്നു വന്നതിൻ്റെ സന്തോഷം. ഒരുപക്ഷെ ഈ ലോകത്തിൽ എല്ലാ ആഘോഷങ്ങളെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഏറ്റവും ആഘോഷത്തോടെ ആഘോഷിക്കുന്ന ക്രിസ്മസ് എത്ര മനോഹരമാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത സകല ജനതകൾക്കും വേണ്ടിയുള്ളതാണ്. അത് ഈ ഭൂമി മുഴുവനുമുള്ളതാണ്. എല്ലാവർക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. രക്ഷകൻ പിറന്നു എന്നുള്ളതാണ്, രക്ഷകൻ കടന്നു വന്നു എന്നുള്ളതാണ് ആ സന്തോഷം. സ്നേഹമുള്ളവരെ, ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകരുത്. നിത്യജീവൻ അവർക്ക് ലഭിക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. രക്ഷകനായ യേശു മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ലക്ഷ്യം അതാണ്. നൽകുന്ന ദൈവം, അതിനുവേണ്ടി തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ മടിക്കാതിരുന്ന ദൈവം, ദൈവത്തിൻ്റെ ആ നൽകുന്ന സ്നേഹം, കൊടുക്കുന്ന സ്നേഹം നമ്മൾ ഓർക്കാനും ഓർമ്മിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം യഥാർത്ഥമായ ക്രിസ്മസിൻ്റെ ചൈതന്യം അത് സന്തോഷത്തിൻ്റെ ചൈതന്യമാണ്, അത് നൽകുന്നതിൻ്റെ ചൈതന്യമാണ്, അത് സമാധാനത്തിൻ്റെ ചൈതന്യമാണ്, അത് ക്ഷമിക്കുന്നതിൻ്റെ ചൈതന്യമാണ്, അത് വലിയ ആനന്ദത്തിൻ്റെ ചൈതന്യമാണ്, വിട്ടുവീഴ്ചയുടെ ചൈതന്യമാണ്. ഈ ദിവസങ്ങളിൽ ഉള്ള തുറന്ന് ക്ഷമിക്കാനും എല്ലാവരോടും ഒന്ന് ഹാപ്പി ക്രിസ്മസ് പറയാനും മെറി ക്രിസ്മസ് പറയാനും നമുക്ക് സാധിക്കട്ടെ. ഉള്ളിൽ നിന്ന് വെറുപ്പ് മാറ്റാം. ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കട്ടെ. ലോകം മുഴുവനിലും വിദൂരങ്ങളിൽ കഴിയുന്നവരോട് മെറി ക്രിസ്മസ് പറയുന്ന നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മുടെ അയൽപ്പക്കത്തുള്ളവരോടും നമ്മൾ മെറി ക്രിസ്മസ് പറഞ്ഞോ എന്ന് നമുക്കൊരു ആത്മശോധന നടത്താം. എല്ലാവരോടും ചേർന്ന് നമുക്ക് സന്തോഷിക്കാം.
എല്ലാ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കൊന്നു ചേർന്ന് ഈ ഗാനം ആലപിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ ആരാധന, രക്ഷകാ, രക്ഷകനായ യേശുവേ എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരെയും രക്ഷിക്കണം, എല്ലാവരെയും രക്ഷിക്കണം. യേശുവേ അനുഗ്രഹിക്കണം, 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 അനുഗ്രഹിക്കണം. കർത്താവേ നാഥനേ. രക്ഷയുടെ സന്തോഷം കൊണ്ട് നിറയാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വെറുപ്പും വിദ്വേഷവും ദൈവനാമത്തിൽ നമുക്ക് മറക്കാം, വിട്ടുകളയാം. ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോടും ക്ഷമിച്ച ഈ ക്രിസ്മസിൻ്റെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റെല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.